സംസ്ഥാനത്ത് ചൂട് കൂടുതൽ കനക്കുകയാണ്. അൾട്രാവയലറ്റ് സൂചിക അപകടനിലയിലെത്തിയിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ട് നിലയിലാണ് UV സൂചികയുള്ളത്. അപ്പോൾ അതിന്റെ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഗുഡ് ഈവനിങ്. അവിടെ പൊങ്കാല വിശേഷങ്ങളൊക്കെ പങ്കുവച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര ചൂടാണെന്ന്. അവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് പല ജില്ലകളിലും ചൂട് കൂടുകയാണ്. എന്താണ് കാലാവസ്ഥാ കേന്ദ്രമൊക്കെ പറയുന്നത്? ശ്രീനിത, നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് അൾട്രാവയലറ്റ് സൂചിക അത് പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകൾ റെഡ് അലേർട്ട് നിലയിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. പാലക്കാടും മലപ്പുറത്തും UV ഇൻഡെക്സ് 11 എല്ലാ ജില്ലകളിലും ക്രമാതീതമായി ചൂട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കണക്കിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പാലക്കാടും മലപ്പുറവും 11 അത് റെഡ് അലേർട്ട് ലെവലിലാണുള്ളത്. ഓറഞ്ച് അലേർട്ട് ലെവലിൽ വരുന്നത് ഈ പറയുന്ന ജില്ലകളാണ്. കൊല്ലം 10, ഇടുക്കി 10, പത്തനംതിട്ട 9, ആലപ്പുഴ 9, കോട്ടയം 9, എറണാകുളം 8 എന്നിങ്ങനെയാണ് അവിടുത്തെ ചൂടിന്റെ ഈ UV ലെവൽ UV ഇൻഡെക്സിന്റെ കണക്ക്. യെല്ലോ അലേർട്ടിൽ വരുന്നത് കോഴിക്കോട് 7, വയനാട് 7, തൃശൂർ 7, തിരുവനന്തപുരം 6, കണ്ണൂർ 6 എന്നിങ്ങനെയാണ് UV ഇൻഡെക്സ് ഈ സ്ഥലങ്ങളിലുള്ളത്. കാസർഗോഡ് മാത്രമാണ് ഒരല്പം താണു നിൽക്കുന്നത്. 5 അവിടുത്തെ UV ഇൻഡെക്സ്. എന്തായാലും എല്ലായിടത്തും ചൂടിന് നല്ല വർധനവാണുള്ളത്. മലപ്പുറവും പാലക്കാടുമുള്ള ആളുകൾ പുറത്തിറങ്ങുമ്പോൾ കുട കരുതുക, ധാരാളം വെള്ളം കുടിക്കുക, ഈ ചൂട് വെയിൽ നേരിട്ടടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അത് മാത്രമാണ് ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയുന്ന മുൻകരുതൽ. ശരി, അപ്പോൾ പ്രേക്ഷകരൊക്കെ ശ്രീകാന്ത് പറഞ്ഞത് കേട്ടല്ലോ. പുറത്തിറങ്ങുമ്പോൾ കുട ചൂടുക, നല്ലോണം വെള്ളം കുടിക്കുക, അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. UV സൂചിക അപകടനിലയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കനത്ത ചൂടാണ്. അതെ, അൾട്രാവയലറ്റ് രശ്മികൾ അത് നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അത് ചെറിയ ചെറിയ ഇപ്പം വന്ന് പോകുന്നത് മാത്രമല്ല, ദീർഘകാലം നമുക്ക് നീണ്ടു നിൽക്കാവുന്ന തരത്തിലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ UV 10, UV 12 എന്നൊക്കെ പല ഇടങ്ങളിലെ സൂചിക പറയുന്നുണ്ടായിരുന്നു. അല്ല, കഴിഞ്ഞ ദിവസം ഈ സൂര്യാഘാതത്തിന്റെ വാർത്തകളൊക്കെ വന്നിരുന്നു. മാർച്ച് ആയിട്ടുള്ളൂ, അപ്പോഴേക്കും വലിയ തരത്തിൽ ചൂടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ജാതി, മത, വർഗ, വർണ്ണ, സാമ്പത്തിക ഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഒരു തുല്യത നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്.